വെൽക്കം ബാക്ക് ടു പറയൂ. കമോൺ അർഹ പറയൂ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. സോ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിലുള്ള ഡയറി കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ് ലെറ്റ്സ് സ്റ്റാർട്ട്. എൻ്റെ കയ്യിൽ അപ്പോൾ കുറച്ച് ഞാനൊരു കുറച്ച് മുന്നേ ഒരു 2015 മുതൽ ആ ഒരു സമയത്തൊക്കെ എൻ്റെ കയ്യിൽ കുറച്ച് ഡയറീസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മിസ്സായിപ്പോയി. നമ്മളിങ്ങനെ വീട് മാറുന്ന സമയത്തൊക്കെ ആയിട്ട് പോയിട്ട് അങ്ങനെ മിസ്സായിപ്പോയി. പിന്നെ 2019 മുതലുള്ള ഡയറീസിൻ്റെ ഒരു കളക്ഷനാണ് കാണിച്ചത്. കളക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കളക്ഷനൊന്നുമില്ല, കുറച്ചെണ്ണം. 2019 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. ഒരു 7 ഡയറീസാണ് എൻ്റെ കയ്യിലുള്ളത്. അത് ഭയങ്കര കളക്ഷനായിട്ടൊന്നും പറയാനൊന്നുമില്ല, പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലിയ കളക്ഷനാണ്. ഓക്കെ, സോ ഞാനിത് ഓർഡറിലൊന്നുമല്ല വെച്ചത്. അപ്പോൾ കാണിച്ചു ഇങ്ങനെ കുറച്ച് എണ്ണമാണുള്ളത്. ഓക്കെ, ഇതിലിപ്പോൾ റീസെൻ്റായിട്ട് കിട്ടിയിട്ടുള്ള 2025 ഡയറിയാണിത്. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടു. ഇതിൽ കുറച്ച് അത്യാവശ്യം പിന്നെ കളർഫുള്ളായിട്ടുള്ള ഒരു ഡയറിയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ഒരു വേർഡ്സ് ടൈപ്പൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ഡയറി, ഐ ലൈക്ക് ഇറ്റ്. പിന്നെ 2024 2024 ഡയറിയാണ് കേട്ടോ. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഡയറിയാണ്. പിന്നെ ഇത് പ്ലെയിൻ ഡയറിയാണ്. ഉള്ളിൽ ജസ്റ്റ് പ്ലെയിൻ, അങ്ങനെ വേറെ വർക്ക് ഡിസൈൻസ് ഒന്നും ഇല്ലാത്ത നോർമൽ വൈറ്റ് കളറിൽ വരുന്ന ഒരു ഡയറിയാണ്. അതെനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഡയറിയാണ്. പിന്നെ 2023 ഇത് കുറച്ചുകൂടി ഒരു ഭംഗിയുള്ള ടൈപ്പാണ്. ടൈപ്പ് മീൻസ് ഭംഗിയുള്ളൊരു കവറൊക്കെയാണ് വരുന്നത്. ഇതും അതേപോലെ തന്നെ ഉള്ളിലൊക്കെ പ്ലെയിൻ ലൈൻസ് വരുന്ന ടൈപ്പ് ഡയറിയാണ്. പക്ഷെ ഫ്രണ്ട് സൈഡ് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല കുറച്ച് ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡയറിയാണ്. ഇനി 2022 ഇത് വെരി നോർമലായിട്ടുള്ളൊരു ഡയറിയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഒരുപാട് ഓരോന്ന് എഴുതി വെച്ചിട്ടുള്ളതാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ കുറേ ഇങ്ങനെ ഡയറി എഴുതുന്നൊരു ശീലമുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങാൻ നേരെ ഇരുന്ന് എഴുതിയിട്ട് ഉറങ്ങുന്ന ടൈപ്പൊന്നുമല്ല. പക്ഷേ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ എടുത്ത് ഓരോന്ന് എഴുതിയിടും. എൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താ തോന്നുന്നത് വെച്ചാൽ അത് എഴുതും. അങ്ങനത്തെ ഒരു ടൈപ്പ്. ഇതും വെരി പ്ലെയിനാണ്. പ്ലെയിനായിട്ടുള്ളൊരു ഡയറിയാണ്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അതെൻ്റെ ഫേവറേറ്റ് ആയത്, പക്ഷെ എനിക്കെന്തോ ഈ ഒരു ഡയറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട്, അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും എന്തെന്നാണ് ഒന്ന് പറയാതെ ഒന്ന് ക്ലിയർ ആക്കണം.
ഇതുപോലെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഓരോ മന്തിലും ഓരോ ടൈപ്പ് സാധനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ നമുക്കത് വായിക്കുമ്പോഴും അത് കാണുമ്പോഴും നമുക്ക് ഈ ഒരു എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാനും കാര്യങ്ങളൊക്കെ തോന്നുന്ന ടൈപ്പ് ഒരു ചിത്രപ്പണികളുള്ള ഒരു ഡയറി ആയിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. സോ ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഈ ഒരു 7 വർഷത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡയറിയാണ്. സോ നെക്സ്റ്റ് ഇത് 2020 ഡയറിയാണ്. 2020 ഇത് ഞാൻ ചെയ്ത ചിത്രപ്പണിയാണ്. പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തിടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കത് കുറച്ചൊരു വൃത്തിയിൽ കൊണ്ടു നടക്കാനാണ് ഇഷ്ടം. പക്ഷെ പണ്ട് നമ്മളിങ്ങനെ കുത്തി വരച്ചിടുന്ന ടൈപ്പ് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. സോ ആ ഒരു സ്വഭാവത്തിൽ ഞാൻ വരച്ചു കൂട്ടിയതാണ് ഇതിലും അതേപോലെ തന്നെ ഓരോ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ഓരോ ടൈപ്പ് റൈറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡയറിയാണ്. സോ ഇതാണ് 2020 ഡയറി ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ഡയറി. ഇത് കവറൊക്കെ ഒരു നോർമൽ ഡയറിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്നല്ല. ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ലൈൻസ് നോർമൽ ആയിട്ടുള്ള റൈറ്റിങ്സ്, വേറെ എക്സ്ട്രാ റൈറ്റിങ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നോർമലായിട്ടുള്ള ഡയറിയാണ്. സോ ഈ ഒരു 7 ഡയറീസാണ് എൻ്റെ കയ്യിലുള്ളത്. സോ ഇതുപോലെ ഡയറി എഴുതുന്ന ശീലമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്തു. ഓക്കെ, സോ ഗൈസ് ഇത്രയുമാണ് എൻ്റെ കയ്യിലുള്ള ഡയറീസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. സോ ഇത് വലിയ കളക്ഷനായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കളക്ഷനാണ്. സോ ഇഫ് യു എൻജോയ്ഡ് മൈ വീഡിയോ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ.